ഇന്ന് LDF-ന്റെ യോഗം ചേർന്നിരുന്നു. LDF യോഗത്തിൽ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാമെന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. LDF യോഗത്തിൽ ബ്രൂവറിയിൽ ചർച്ച നടന്നുവെന്നും ആരും എതിർപ്പുന്നയിച്ചില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കിഫ്ബി ടോളിലെ തീരുമാനം കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാണെന്നും LDF കൺവീനർ പറഞ്ഞു. പ്രതികരണം കേരളത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോകുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ, വ്യത്യസ്ത പാർട്ടികൾ, ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, ആ പാർട്ടികൾ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കും. ആ അഭിപ്രായങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി ഏകീകരിച്ച ധാരണയിലെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. ജനങ്ങളോടാണ് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, CPI-യുടെയും RJD-യുടെയും എതിർപ്പുകൾ തള്ളിയാണ് ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പറഞ്ഞ ന്യായമാണ് ഏറ്റവും വിചിത്രമായി തോന്നിയത്. സർക്കാർ ആ തീരുമാനമെടുത്തു, മന്ത്രിസഭ തീരുമാനമെടുത്തു, അതിനുശേഷം അത് മുന്നണിയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടാണ് എടുത്തതെന്ന് തോന്നുന്നു. മാത്രവുമല്ല, ഈ സ്വകാര്യ സർവകലാശാല ബില്ലിലും ഇതേ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗവൺമെന്റ് തീരുമാനമെടുത്തു, ഇനി അത് മുന്നണി ചർച്ച ചെയ്ത് ശരിയല്ല. സാധാരണ രീതിയിൽ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടല്ലേ ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുക? റഹീസ്, സ്വാഭാവികമായി അങ്ങനെയാണ് എന്ന് മാത്രമല്ല, അല്പസമയം നടന്ന വാർത്താ സമ്മേളനത്തിൽ ടോളിന്റെ കാര്യം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു സർക്കാർ നയപരമായ തീരുമാനം എടുത്തിട്ടില്ല, അത് എടുത്തു കഴിഞ്ഞ് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചിരുന്നു, സാധാരണഗതിയിൽ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടല്ലേ സർക്കാർ തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം TP രാമകൃഷ്ണൻ നൽകിയുമില്ല. ഏതാണ്ട് 2.5 മണിക്കൂറോളം LDF യോഗം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചേർന്നു. അതിൽ ഭൂരിഭാഗ സമയവും ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയാണ് ചിലവഴിച്ചത്. തുടക്കത്തിൽ തന്നെ CPI പ്രതിനിധീകരിച്ച് പാർട്ടി സെക്രട്ടറി ബിനു വിശ്വം ബ്രൂവറിയിൽ സംസാരിച്ചു. CPM പറയുന്നത്, എക്സൈസ് വകുപ്പ് പറയുന്നത്, ഒയാസിസ് കമ്പനി പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാടെന്ന് ബിനു വിശ്വം കൃത്യമായി തന്നെ പറഞ്ഞു. കുടിവെള്ള ലഭ്യതയെ, ആ സ്ഥലത്തെ ലഭ്യതയെ കൃത്യമായി ബാധിക്കുമെന്ന് പ്രാഥമികമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകരുത് എന്നതാണ് CPIയുടെ നിലപാടെന്ന് കൃത്യമായി തന്നെ ബിനോയ് വിശ്വൻ പറഞ്ഞു. അതിനുശേഷമാണ് RJDക്ക് വേണ്ടി അവരുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് സംസാരിച്ചത്. വർഗീസ് ജോർജും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുമ്പോൾ ഇത് തിരിച്ചടിയാകുമെന്ന് കൃത്യമായി പറഞ്ഞു. മറ്റ് കക്ഷികളാരും എതിർത്തും അനുകൂലിച്ചും സംസാരിച്ചില്ല. അതിനുശേഷം അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്, ആ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി പിന്നോട്ടില്ല. അക്കാര്യം സർക്കാർ പ്രതിനിധികളും CPM പ്രതിനിധികളും മാധ്യമങ്ങളോടക്കം പലവട്ടം പറഞ്ഞതാണ്. ഇനി പിന്നോട്ട് പോക്ക് എന്നത് അക്കാര്യത്തിലില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രത്യേകിച്ചൊരു പ്രതികരണം CPIയുടെയും RJDയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്വകാര്യ സർവകലാശാല ബില്ലുമായി ചർച്ചയ്ക്ക് വന്നപ്പോഴും CPI പറഞ്ഞു സംവരണ തത്വം പാലിച്ച് ആ ബില്ല് അവതരിപ്പിക്കാവൂ എന്ന് ഉറപ്പുവരുത്തണം, ഒപ്പം സബ്ജക്ട് കമ്മിറ്റിക്കും വിടണം എന്നാവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടിയാണ് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്ക് ബില്ല് വിടണമെന്ന്. അക്കാര്യത്തിൽ പ്രത്യേകമായ മറുപടി ഒന്നും പറഞ്ഞില്ല. ടോളിന്റെ കാര്യത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണനാണ് സംസാരിച്ചത്. ഇപ്പോഴത് നമ്മൾ ആലോചിക്കുന്നില്ല, പക്ഷേ ഭാവിയിൽ ടോൾ വേണ്ടിവരും, പണം കണ്ടെത്തേണ്ടി വരുമെന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.